ഓക്കെ, ഇന്ന് നമ്മുടെ അഞ്ചാമത്തെ ദിവസമാണ് ട്രേഡ് ദ പൂളിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് സമയം ഇപ്പം 6:59 ഇന്ത്യൻ സമയം. സോ ലെറ്റ്സ് സീ. ഡെയിലി ആ ഒരു സോണിൽ തന്നെയാണ് ഗ്യാപ്പ് അപ്പായിട്ടാണ് ഓപ്പൺ ആയിരിക്കുന്നത്. പക്ഷെ ഒരു മേജർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ പ്രൈസ് ആക്ഷൻ ഒരു ട്രെൻഡ് പിടിച്ചിട്ടില്ല ഇങ്ങോട്ടും എല്ലായിടത്തും. സ്റ്റാർബക്സ് നോക്കട്ടെ. Gold. 32. ഇതെല്ലാം ബ്രേക്ക് ചെയ്തു നമ്മൾ എൻട്രി എടുത്തു. ചെറിയൊരു സ്റ്റോപ്പാണ്. വർക്കൗട്ട് ആവുമല്ലോ, കാരണം ഇന്നെല്ലാം സെല്ലിങ്ങിലായതുകൊണ്ടാണ് നമ്മളത് എടുത്തത്. ക്ലോസ് ചെയ്തു. ഓക്കെ, ഞാൻ ക്ലോസ് ചെയ്തത് ആവുന്നില്ല. ക്ലിയറായിട്ടില്ല നമ്മുടെ പ്രൈസ്. ക്യാൻസൽ ചെയ്തു. നമ്മുടെ പ്രൈസ് ട്രിഗർ ആയില്ല. കറക്റ്റ് ആയിരുന്നു, സെല്ലായിരുന്നു, പക്ഷേങ്കിൽ നമുക്ക് കിട്ടിയില്ല. സെല്ല് ചെയ്യാനൊരു ബുദ്ധിമുട്ടാണ്. നല്ലൊരു പ്രോഫിറ്റ് എടുക്കാമായിരുന്നു, പക്ഷേങ്കിൽ നമുക്കത് ട്രിഗർ ആയിട്ടില്ല. സാരമില്ല, നോ ഇഷ്യൂസ്. ആദ്യത്തെ നമ്മൾ ട്രൈ ചെയ്തു, പക്ഷേങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ റിസ്ക് മാനേജ് ചെയ്തു. സോ അതങ്ങനെ തന്നെ പോകുന്നു, കാരണം ഇന്ന് മൊത്തം സെല്ലിങ്ങിലായതുകൊണ്ടാണ് ഞാനത് ട്രൈ ചെയ്തത്. ക്ലിയറായിട്ടുണ്ട്. സ്റ്റോപ്പ് ഇവിടെയാണ്. ഓക്കെ, 10 ബ്രേക്ക് ചെയ്യാൻ പോവാണ്. ഓൾമോസ്റ്റ് 1-1 പോയി. അതിന് തിരിച്ചു വരുവാണെങ്കിൽ ഞാൻ ബ്രേക്കിങ്ങിൽ ഔട്ടായിരിക്കും, കാരണം അങ്ങനത്തെ ഒരു പ്രൈസ് ആക്ഷനാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോവുകയാണെങ്കിൽ ഒരു മൊമെൻറ്റം വേണം മാർക്കറ്റിൽ. പൊസിഷൻ, ഓപ്പൺ പൊസിഷൻ. ടഫ് മാർക്കറ്റാണ്, കാരണം ഇന്ന് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് മാർക്കറ്റ് മൊത്തം ഒരു സെല്ലിംഗ് പ്രഷറിലുമാണ്. നമ്മുടെ 2 സെല്ലിങ് നമ്മുടെ എക്സിക്യൂട്ട് ആയതുമില്ല. നമുക്ക് 1-1 പോയി. ഓൾറെഡി നമ്മൾ ബ്രേക്കിങ്ങിലിരിക്കുവാണ്. നമുക്ക് ആ ഒരു
20 MA അടുത്തൊക്കെ നമുക്കൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. 2 minute 20 MA. ഓക്കെ, അടുത്ത 2 minute നോ ബ്രേക്ക് ഈവൻ. സോ ബ്രേക്ക് ഈവൻ ഫീൽഡ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1 to 1 മുകളിൽ പോയിരുന്നു, നമ്മൾ പ്രോഫിറ്റ് എടുത്തില്ല. റൈറ്റ്. ബ്രേക്ക് ഈവൻ ഇടുവാണ്. ഓക്കെ, 2 to 1 നമ്മുടെ ആയി. ഓൾമോസ്റ്റ് ഈ ലോയിൽ 60 to 10 നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും. ട്രയൽ ആ ക്യാൻഡലിൻ്റെ ഹൈയിലാണ്. ലെറ്റ്സ് സീ. ഓക്കെ, ഔട്ട്. ട്രയൽ ഔട്ടായി. സോ അത് 10 cent ഉണ്ടായിരുന്നു നമുക്ക്. എത്രയായിരുന്നു? 10 cent ഇല്ലെങ്കിൽ നമുക്കത് പ്രോഫിറ്റായിട്ട് കൂട്ടത്തില്ല. ലെറ്റ്സ് സീ. C31 നമ്മൾ സെല്ല് ചെയ്ത് 21 വേണം. നമ്മുടെ ഒരു പ്രോഫിറ്റായിട്ട് കൂട്ടില്ല. ഇതിൻ്റെ ലോ എന്ന് പറയുന്നത് 17 ആയിരുന്നു. സോ നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് നമ്മുടെ 3 ട്രേഡും ആയി. അതായത് ഒരെണ്ണം ചെറിയ ബ്രേക്ക് ഈവനും ചെറിയൊരു ലോസും, പിന്നെ നമ്മളൊരു ട്രയൽ ഔട്ടായി ഇപ്പം ഒരെണ്ണം. സോ മേജറായിട്ട് ട്രേഡൊന്നും കിട്ടിയില്ല. എന്നാലേ നമുക്ക് 1 to 1 എങ്കിലും പ്രോഫിറ്റ് എങ്കിലും കിട്ടത്തുള്ളൂ. ബ്രേക്ക് ഈവൻ സീൻ. പ്രോഫിറ്റ് എടുക്കാൻ പറ്റില്ല, കാരണം നമുക്ക് കൗണ്ട് ചെയ്തില്ല. 10 cent എങ്കിലും മിനിമം വേണം, അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. ഓക്കെ, ബ്രേക്ക് ഈവൻ ഹിറ്റ് ചെയ്തു. സോ നമ്മൾ ഔട്ടായി. ഇരിക്കുന്നത് 60 to 8 60 to 18 നമുക്ക് ഉണ്ടെങ്കിൽ 1 to 1 കിട്ടത്തുള്ളൂ. ബ്രേക്ക് ഈവൻ സി. ഔട്ട്. ഔട്ട് ഫ്രം ദ ട്രേഡ് ആയിരിക്കുന്നത് 62.2 പ്രൈസ്.
ഓക്കെ, 1 to 1 പോയിട്ടുണ്ട്. ബ്രേക്ക് ഈവൻസ് ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഈവൻ വരുന്നതിൻ്റെ കാര്യം അതാണ്. 1 to 1 നമ്മൾ പോകുന്നതുകൊണ്ടാണ് ബ്രേക്ക് ഈവനിൽ പെട്ടെന്ന് തന്നെ വരുന്നത്. നമുക്കൊരു 6192 വരണം 1 to 1. 6192. ഓക്കെ, നമുക്കിപ്പം 92 10 cent ആയി. വൺ ടു വണ്ണേ പോയിട്ടുള്ളൂ. $82 ആകുമ്പോഴേ 2 to 1 ആവത്തുള്ളൂ. ഓക്കെ, നമ്മുടെ ഇത് ബ്രേക്ക് ഈവൻ ആയിരിക്കും 92. നമുക്ക് ഇച്ചിരി ടഫായിട്ടുള്ളൊരു കാര്യമാണ് ഈ 10 cent റിസ്ക് മിനിമം വേണമെന്നുള്ളത്. ആക്ച്വലി നമ്മുടെ ഒരു കോൺഫിഡൻസിനെ ബാധിക്കും. ബ്രേക്ക് ഈവൻ ഓക്കെ, ഓൾമോസ്റ്റ് 1 to 1 പോയിരുന്നു. പക്ഷേ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം ഇതാണ്. ഇറ്റ്സ് ഓക്കെ, കൂൾ ഡൗൺ. സർവീസ് ചാർജസ് വെറുതെ കൊടുക്കുവാണ്. എന്താ പറയുക, നമുക്ക് 2 പ്രോഫിറ്റ് വന്ന ശേഷം എനിക്ക് എടുക്കണമെന്നുണ്ട്. പക്ഷേ എന്താ ചെയ്യാൻ, നമുക്കത് 10 cent എങ്കിലും ഇല്ല എടുക്കാൻ പറ്റത്തില്ല. 1 to 1 പോയി എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് 1 to 1 പോയിട്ട് നമുക്ക് പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ 10 cent പ്രോഫിറ്റായിട്ട് കൗണ്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാൻ. നമ്മളിരുന്ന് സെല് ചെയ്യാൻ സമ്മതിക്കില്ല അവർ. അതുകൊണ്ട് 2 വട്ടം ഞാൻ സെല് ചെയ്ത് അത് 2ഉം ബ്രേക്ക് ഈവൻ അടിച്ചു. വീണ്ടും മാർക്കറ്റ് തിരിച്ചു വന്നു. പക്ഷേ നമുക്ക് 2 വട്ടം പ്രോഫിറ്റ് എനിക്ക് എടുക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞില്ല, 10 cent എങ്കിലും മിനിമം പ്രോഫിറ്റ് വേണം. 10 cent എങ്കിലും ഇല്ലെങ്കിൽ അത് പ്രോഫിറ്റായിട്ട് പെർഫോം കൗണ്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ 2 വട്ടവും പ്രോഫിറ്റ് അവോയ്ഡ് ചെയ്തത്. ഒരു $30 $20 ഒക്കെ പോയിരുന്നു പ്രോഫിറ്റ്. അത് 2 എടുത്തെങ്കിലും ഒരു $50 നമ്മളിപ്പം കുറച്ചൊരു പോസിറ്റീവ് നിന്നേനെ. പക്ഷേ അത് പ്രോഫിറ്റായിട്ട് കൗണ്ട് ചെയ്യില്ല. ഈ $16 എടുത്തതും കൗണ്ട് ചെയ്യില്ല. കാരണം കമ്മാണ് ഒരു ട്രേഡെങ്കിലും തരൂ. അതുമില്ല, അതും ബ്രേക്ക് ഈവൻ. ഓഹോ, ഇന്ന് ഫുള്ള് ബ്രേക്ക് ഈവൻ ഡേ ആണ് എൻ്റെ ബാറ്റ്. ഇന്നത്തെ ട്രേഡ് നോക്കിയാൽ നമ്മുടെ എത്ര ട്രേഡാണ്? 1 2 3 4 5 6 7. സോ ഇതെല്ലാം ബ്രേക്ക് ഈവൻ ആണ് പോയത്. ബ്രേക്ക് ഈവൻ. ലോസ് ഇല്ല. ലോസല്ല, ഇത് സർവീസ് ചാർജാണ്. $1 2 $3 സർവീസ് ചാർജാണ്. നമുക്കൊരു ചെറിയ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു 16, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ചെറിയൊരു ലോസ് $9. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ബ്രേക്ക് ഈവൻ അടിച്ചു. അത് അത്രയും ട്രേഡ് ചെയ്തിട്ട് നമ്മൾ ലോസ് എടുക്കാതെ പോയി. എന്നിട്ട് വർക്കൗട്ട് ആകുന്ന ട്രേഡ് ഉണ്ടാകും. നമ്മുടെ ഫുൾ സ്റ്റോപ്പ് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് ആകും. പക്ഷേ നമ്മൾ റിസ്ക് മാനേജ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ എടുക്കുന്നില്ല, ട്രൈ ചെയ്യുന്നില്ല, ഞാൻ ക്ലോസ് ചെയ്യുവാണ്. ഓക്കെ, സീ ടുമോറോ. സോറി, ടുമോറോ ഇല്ല, നമുക്ക് നാളെ അവധിയാണ്. ശനിയല്ലേ, ശനി ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച. ഓക്കെ, ബൈ ബൈ. ഇനിയും ട്രേഡ് ചെയ്ത് വെറുതെ നമ്മൾ പൈസ കളയണ്ട, ഡോളർ കളയണ്ട. ഓവർ ട്രേഡിംഗ് ആണ് ഇന്ന് തന്നെ. ഓക്കെ, സീ യു ഓൺ മൺഡേ. ബൈ ബൈ.